എന്ന് ഞാൻ എനിക്കൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു കുത്തുബിനെ കുറിച്ച് ഇത്രമാത്രം സംസ്ഥാനത്തിന്റെ ഉടനീളം നടന്ന് സംസ്ഥാനത്തിന്റെ പുറത്ത് അറേബ്യൻ രാജ്യത്ത് പോലും പോയി അനുഭവസ്ഥരെ സമീപിച്ച് ഇത്രമാത്രം ത്യാഗസമ്പൂർണമായ ഒരു ചരിത്രം, ഒരു അനുഭവ സത്യം, ഒരു അനുഭവ ചരിത്രം ശേഖരിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ലത്തീഫ് ഉസ്താദിനെ കൂടാതെ. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണം എന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ഡോക്ടറേറ്റിന്റെയും മൂല്യം ഡോക്ടറേറ്റ് മാത്രമല്ല, പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലും കയറ്റി കൊടുത്താളി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ കോലത്തിലുള്ള പ്രസവവും കാര്യം ഇപ്പൊ മൂപ്പര് മൊത്തം ഡോക്ടർ ആയതാണ് ഇപ്പത്. ഇതാണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞത്. ഇങ്ങനെയുള്ള വ്യാജ സംഗതികളെയൊക്കെ ജനകീയമാക്കണയിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് വലിയ പങ്കുണ്ട് കേട്ടോ എന്ന് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞു. അതായത് ഓരോ നാട്ടിലെ വ്യാജ സിദ്ധന്മാരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓലൊക്കെ ജനകീയമാകുന്നത് എങ്ങനെയാണെന്ന് അറിയുങ്ങൾ. ഇപ്പോൾ ഒരു നാട്ടിലൊരു വ്യാജ സിദ്ധ ഉണ്ടെങ്കിൽ ഓൻ ജനകീയമാകുന്നത് മുസ്ലിം സമുദായത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും കേൾക്കണം. എന്നിട്ട് പിന്നെ ഇവനൊരു നീർച്ച സംഘടിപ്പിക്കുകയാണ് അവിടെ. ഈ നീർച്ച സംഘടിപ്പിച്ചിട്ട് അതിലേക്ക് അവിടുത്തെ കാലിയരെ വിളിക്കുകയാണ്, പള്ളീൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയും വിളിക്കുകയാണ്, പ്രധാനപ്പെട്ട ആളുകളെ മുഴുവനും വിളിച്ചിരുത്തിയിട്ട് അവിടെ ഒരു മൗലൂദൊക്കെ കഴിച്ചിങ്ങാണ്ട്. അപ്പോൾ ആളുകൾ ഇതിങ്ങനെ നോക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നറിയോ, ഇവൻ തിരക്കല്ല കേട്ടോ, പള്ളിക്കത്തെ കാലിയർ വന്നിക്കണ്, അതേപോലെ തന്നെ പള്ളീൻ്റെ പ്രസിഡന്റും സെക്രട്ടറി അവിടെ ഉണ്ട് കേട്ടോ, ഇയാളെ മൗലൂദിലും മറ്റു ദിക്റുദുആ മജ്ലിസിലൊക്കെ ഇവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ സംഗതി എല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കുന്നതോടുകൂടി ഇവൻ ജനകീയനായി എന്ന് പറഞ്ഞതുപോലെ നോക്കി. ഇപ്പോൾ ഭാര്യ പ്രസവത്തിൽ രക്തം വാർന്നുകൊണ്ട് കുറച്ച് സമയം മുമ്പ് എത്തിയിരുന്നു എങ്കിൽ, വൈദ്യസഹായം കിട്ടിയിരുന്നുവെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ഇയാൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തു. ഇതിൻ്റെ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ, ഇവർ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കൂടോത്രപരമായ എന്താ പറയുക ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇവിടെ വൈദ്യസഹായം വേണ്ട എന്നൊക്കെ കരുതിക്കൊണ്ട് ഇവരുണ്ടാക്കുന്ന ഇത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമല്ല. ഇസ്ലാം ഇങ്ങനെ ഒരിക്കലും പിന്നെ നമുക്ക് വൈദ്യസഹായം തേടാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ പ്രാർത്ഥനകളുണ്ട്, പക്ഷെ പ്രവൃത്തി ചെയ്തിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടായി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കും. അത് ഏത് ഘട്ടങ്ങളിലും ഇസ്ലാമിൻ്റെ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ബദറിൻ്റെ പ്രതിസന്ധിയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കും, അള്ളാഹിൻ്റെ റസൂൽ എന്ത് പ്രാർത്ഥിച്ചാലും കൊടുക്കും. പക്ഷെ റസൂല് അവിടെ ചെയ്തത് ഉള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരുങ്ങിയിട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക ചെയ്തത്. പറഞ്ഞതുപോലെ നമ്മളൊരു പ്രവൃത്തിക്ക് ഒരുങ്ങി എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൽ ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ, അതിന് സഹായം ഉണ്ടാവുകയുള്ളൂ എന്ന് അതിലൂടെ വ്യക്തമാകണം. ഇതിൽ വലിയ ഉദാഹരണമൊന്നും മുസ്ലിം സമുദായത്തിന് വേറെ വേണ്ട. നമ്മളിപ്പോൾ ഒരു വീട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് കല്ലും മണലും ഒക്കെ തയ്യാറാക്കി നമ്മൾ പടച്ചോനോട് പറയും, പടച്ചോനെ എല്ലാം പിന്നെ ഇന്നോൾ കഴിയുന്നത് പോലെ ഞാൻ തയ്യാറാക്കിയിരുന്നു, നീ ബർക്കത്ത് ചെയ്യണ റബ്ബേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. നേരെ മറിച്ച് ഒന്നും ഇറക്കാതെ നമ്മളിങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചു കുത്തുന്ന നമുക്ക് ഓട്ടോമാറ്റിക് വീടുണ്ടാവുമോ? അങ്ങനെ ഒരു വിശ്വാസമുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങളല്ല. പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിട്ട് ആ കർമ്മത്തിലേക്ക് കടന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കതിൽ പിന്നെ ബർക്കത്തുണ്ടാവുകയുള്ളൂ, അതിൽ സഹായം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നോക്കൂ, അതിന് വിപരീതമായി ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഇവർക്ക് ഒരു രീതിയിലും ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇയാളെ ജനകീയമാക്കുകയാണ്. ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനലിലൂടെ CM മടവൂരിനെ പറ്റിയുള്ള ഓരോ ആളുകളുടെ അഭിപ്രായങ്ങളെ കണ്ടവരെ കണ്ടും മുത്തിയവരെ മുത്തിയും ഒക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയ ഒരു യൂട്യൂബർക്ക് ഡോക്ടറേറ്റ് കൊടുക്കണമെന്ന് ഈ സമസ്ത AP വിഭാഗത്തിലെ അലി സാദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഇയാൾ ജനകീയമായിട്ടുള്ളത്. ഇങ്ങനെ ജനകീയമാക്കിയിരിക്കുന്നു ഇയാളെ പോലുള്ള ആളുകളെ. അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്, സ്റ്റേജിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താ ചിരിയുടെ കാരണം എന്താ? ഡോക്ടറേറ്റ് ആണല്ലോ. ഡോക്ടറേറ്റ് കിട്ടാൻ താൻ വിശ്വസിക്കുന്ന സംഘടനയുടെ നേതൃത്വം തനിക്ക് ഡോക്ടറേറ്റ് പോലും തരാനുള്ള അങ്ങനെയുള്ള ഒരാളായി എന്നെ പരിഗണിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നിടത്ത് ഇയാൾ സ്വയം ഡോക്ടറായി. ആ ഡോക്ടറായി മാറിയതിനെ സ്വന്തം ഭാര്യ
ഇവിടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രയോഗിച്ചതിന് ആ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടു, ആ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. കരഞ്ഞ് പറഞ്ഞിട്ടും കൊണ്ടുപോയില്ല എന്ന് ഇന്നലെ വാർത്ത വന്നിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് രക്തം വാർന്ന്, ശ്വാസം മുട്ടലൊന്നുമല്ല, രക്തം വാർന്ന് മരിച്ചതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഇയാളെയൊക്കെ ന്യായീകരിക്കുക? ഇയാളെയൊക്കെ ജനകീയമാക്കുന്നതിൽ നിന്ന്, പണ്ഡിതന്മാർക്ക് ഇങ്ങനെയുള്ള ആളുകളെ ജനകീയമാക്കുന്നതിൽ നിന്ന് ഒഴിവായിക്കൂടെ? ഇപ്പതാ കൊടക്കാട് ഒരു തങ്ങള് അവതരിച്ചിരിക്കുന്നു, ഒരു കിണറും അതേപോലെ തന്നെ ഒരു കൊടിയൊക്കെ വെച്ചിട്ട് ആളുകൾ അതിൽ പൈസ ഇടുക. ഇത് ജനകീയമാകുന്നത് എങ്ങനെയാണ്? അയാള് പെൺകുട്ടികളെ 5 പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിക്കുക. അപ്പൊ ഈ കല്യാണം കഴിക്കുമ്പോൾ ഓരോ മഹലിലും നിന്നുള്ള കാളിമാർ നേരിട്ടെത്തണം നിക്കാഹിന്. അങ്ങനെ നിക്കാഹിന് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിറച്ച് 10-100 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 100 കണക്കിന് കാളിമാര്, ഇസ്ലാം പഠിച്ച ദീന് പഠിച്ച ആളുകൾ വരാൻ നിർബന്ധിതരാകാണ്. കാരണം മഹലിൽ പറഞ്ഞിട്ട് കാര്യമില്ല, മഹലിന്റെ ഒരു സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആളുകളെ സമീപിക്കേണ്ട ഗതികേട് ഇസ്ലാമിലെ പാവപ്പെട്ട ആളുകൾക്ക് വരുന്നത്. അങ്ങനെ ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ, സ്റ്റേജിൽ നോക്കുമ്പോൾ ഈ പറയുന്ന കൊടക്കാട് ആമിദ് അലി ആറ്റക്കോയ തങ്ങളുടെ സ്റ്റേജിൽ നിറച്ച് ഉസ്താദുമാര്, പണ്ഡിതന്മാരാ. ആളുകൾ എന്താ വിചാരിക്കുക? ഇയാൾ ജനകീയനാണല്ലോ, ഇയാളെ വേദിയിലാണല്ലോ സകല ഞങ്ങളുടെ കാളിയന്മാരും മറ്റേ കാളിയന്മാരും വലിയ വലിയ സമസ്തയുടെ നേതൃത്വമൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നിടത്ത് ഇയാൾ വിജയിച്ചു. അപ്പൊ ഇതിനെയൊക്കെ ഇങ്ങനെ ജനകീയവൽക്കരിക്കും. ഇതിനൊക്കെ തിരിച്ചറിയാൻ എന്താണ് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത് ഖേദകരം തന്നെയാണ്. അപ്പൊ ആ പറഞ്ഞതുപോലെയാണ് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഈ മടവൂർ കാഫില യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഇയാളുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആളുകളെയൊക്കെ ജനകീയമാക്കിയതിൽ മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാരുടെ പങ്കിനെ കുറിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ. എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ത് വല്ല ആവശ്യമുണ്ടോ ഇയാളെ പോലെയുള്ള ആളുകളെയൊക്കെ ജനകീയമാക്കുന്ന ഡോക്ടറേറ്റ് കൊടുത്തിട്ട്? ഇതൊന്നും സമുദായ നേതൃത്വത്തിന് യോജിച്ച പണിയല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ വിയോജിപ്പ് ഈ വിഷയത്തിൽ വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.